കോഴിക്കോട് താമരശ്ശേരിയിൽ വീട് കുത്തി തുറന്ന് വീണ്ടും കവർച്ചാ ശ്രമം. താമരശ്ശേരി കരാടി കുറുന്തോട്ടിക്കണ്ടി മുനീറിന്റെ വീട്ടിലാണ് ഈ കവർച്ചാ ശ്രമം നടന്നത്. ജനൽ യന്ത്രം ഉപയോഗിച്ച് കുത്തി തുറക്കാൻ ശ്രമിച്ച നിലയിലാണ്. മോഷ്ടാവിന്റെ കാൽപ്പാടുകൾ നിലത്ത് പതിച്ചിട്ടുണ്ട്. അഖില CP നൽകും വിവരങ്ങൾ. അഖില, എങ്ങനെയായിരുന്നു ഈ മോഷണ ശ്രമം നടന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? പ്രജീഷ്, ഇന്ന് പുലർച്ചെ 2:45 താമരശ്ശേരി കാരാടിയിലുള്ള മുനീറിൻ്റെ വീട്ടിൽ മോഷണ ശ്രമം നടക്കുന്നത്. ജനല് യന്ത്രം ഉപയോഗിച്ച് അകത്തേക്ക് തുളച്ച് കൈ ഉള്ളിലേക്കിട്ട് വാതിൽ തുറക്കാനായിരുന്നു ശ്രമം. പക്ഷേ ഈ വാതിലിനോടടുത്തുള്ള ഒരു ഇരുമ്പുദണ്ട് ഉണ്ടായിരുന്നു. ആ ഇരുമ്പുദണ്ട് ഇളകുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ 2:45-3 മണിയോടുകൂടി തന്നെ ഉണരുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടുകാർ ഉണർന്നതോടെ ഈ മോഷ്ടാവ് മോഷണ ശ്രമം ഉപേക്ഷിച്ച് കടന്നു കളയുന്നുണ്ട്. പിന്നീട് ഈ രാവിലെ വീട്ടുകാർ വരാന്തയിലെത്തി പരിശോധിച്ചപ്പോഴാണ് ജനൽ കുത്തി തുറക്കാനുള്ള ഒരു ശ്രമം നടന്നതായിട്ട് കാണുന്നത്. മാത്രമല്ല, അയൽപ്പക്കത്തുള്ള വീട്ടിലെ കസേരയും ഇരുമ്പുദണ്ടും ഇവരുടെ വരാന്തയിൽ കണ്ടെത്തി. എന്തായാലും ഈ താമരശ്ശേരി ഭാഗത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ ഒരുപാട് വീടുകളിൽ മോഷണ ശ്രമം നടന്നിരുന്നു. ഒരു വീട്ടിൽ നിന്ന് 8000 രൂപ മോഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മറ്റൊരു വീട്ടിൽ നിന്ന് ഈ മോഷ്ടിക്കാനൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന ചോറും കറിയും ചായയെല്ലാം വെച്ചാണ് മോഷ്ടാക്കൾ മടങ്ങിയത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഭീഷണി പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും താമരശ്ശേരി പോലീസിൽ വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. മോഷ്ടാവിന്റെ കാൽപാദം അടക്കം വീടിന്റെ വരാന്തയിൽ പതിഞ്ഞിട്ടുണ്ട്. എന്തായാലും താമരശ്ശേരി പോലീസ് ഇപ്പോൾ കൃത്യമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, അഖില CP ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മോഷ്ടാക്കളൊക്കെ തന്നെ വിഹരിക്കുന്ന സമയമാണ്. വീട് പൂട്ടിപ്പോകുന്നവരും വീട്ടിലുള്ളവരും ഒക്കെ തന്നെ വലിയ ശ്രദ്ധയോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളെ കാണണം. പോലീസിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അയൽവാസികളൊക്കെ തന്നെ അതിവേഗം തന്നെ പോലീസിലേക്ക് അറിയിക്കുക. എന്തായാലും തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഫോറൻസിക് വിഭാഗമൊക്കെ സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനകൾ നടത്താൻ പോവുകയാണ്.